ആയത്തുൽ കുർസി ഓതുന്നവരരികത്ത് ഞങ്ങൾ വളരെ ദുർബലരാണ്. അങ്ങനെ വല്ലാതെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ആയുധമാണ്. പിശാചുക്കളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള ആയുധമാണ് ആയത്തുൽ കുർസി. പൈശാചിക ബാധയേറ്റ ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയുന്ന, ഏറെക്കുറെ അള്ളാഹു ശിഫ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സബബാണ് ആയത്തുൽ കുർസി. അത് സംസം വെള്ളമുണ്ടെങ്കിൽ സംസം വെള്ളത്തിലേക്കൊരു 7 തവണ സൂറത്തുൽ ഫാത്തിഹായും ഓതിയിട്ട് ആ രോഗിക്ക് കുടിക്കാൻ കൊടുത്താൽ, അള്ളാഹുവിൻ്റെ മഹദായ ഫദലുണ്ടെങ്കിൽ, ഷിഫാഇൻ്റെ കാരണം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ശിഫ കിട്ടുമെങ്കിൽ ഇതുകൊണ്ടവർക്ക് ശിഫ കിട്ടിയിരിക്കും. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. നമ്മൾ അറിയണേ, ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന പണികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് സിഹർ. ഓരോരുത്തരെ ബുദ്ധിമുട്ടാക്കുന്നത്. നല്ല ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നവരെ ദുഃഖിതരാക്കി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാളെ ദുർബലനായി നശിച്ചു പോകാൻ കൊതിക്കുന്ന വളരെ ദുഷ്ടരായ മനസ്സുള്ള ആളുകൾ, സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുമ്പോൾ അവർക്ക് തകർച്ചയുണ്ടാവാൻ അസൂയപ്പെടുന്ന ആളുകളെ ഏതാനും ചില്ലിക്കാശ് കൊടുത്ത പെണ്ണുങ്ങളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടത്, വമിൻ ശർരിൻ, ജപനം നടത്തുന്നവരെ, അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ